ബഹുമാനപ്പെട്ട PC വിശ്വനാഥ് MLA അവരുടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധനായ പ്രസിഡന്റ് ബഹുമാനായ PC വിശ്വനാഥ് MLA അവർകളാണ്. ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേമനിധിയായിരുന്നു ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. എന്നാൽ ഇന്ന് ആ ക്ഷേമനിധി പ്രതിസന്ധിയിലാണ്. ആ ക്ഷേമനിധിയിലെ വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് 18 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസ സഹായം ലഭിക്കുന്നില്ല, വിവാഹ ധനസഹായം ലഭിക്കുന്നില്ല, ചികിത്സാ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അത്തരം ദുരിതപൂർണമായ സാഹചര്യമാണ് സർക്കാരിലേക്ക് അംശാദായം അങ്ങോട്ടടച്ച കെട്ടിട ഉടമകളുടെ സെസ് മുൻകൂട്ടി സർക്കാർ പിരിച്ച, അങ്ങനെ സർക്കാർ ഖജനാവിലേക്ക് ക്ഷേമനിധിയിലേക്ക് പണം മുൻകൂറായി ലഭിച്ചിട്ടും ഈ തൊഴിലാളികൾക്ക് അതിൻ്റെ യാതൊരു ആനുകൂല്യവും നൽകാതെ അവരെ വഞ്ചിച്ചതിനോടുള്ള പ്രതിഷേധമാണ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ പകൽ സമരത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. പെൻഷൻ തന്നെ നമുക്കിവിടെ 17 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ്. ഈ മാസത്തെ അത് കൂടി വരുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയുണ്ട്, പെൻഷൻ നൽകുവാനുണ്ട്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 30-ന് മുകളിൽ ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതിലെല്ലാം സാമ്പത്തികമായി വളരെ ഭദ്രത നേടിയ ഒരു ക്ഷേമനിധിയായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. മുൻകാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ആനുകൂല്യ അപേക്ഷ കൊടുത്താൽ മിക്കവാറും അന്ന് തന്നെ പരിഹരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. പെൻഷൻ 1 മാസത്തെ പോലും കുടിശ്ശികയില്ലാതെ കൃത്യമായി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ക്ഷേമനിധി ബോർഡായിരുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. 2016 മെയ് മാസത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോ ഈ ക്ഷേമനിധിയുടെ വിവിധ അക്കൗണ്ടുകളിലായി, വിവിധ ബാങ്കുകളിലായി ഏതാണ്ട് 1500ഓളം കോടി രൂപ ക്ഷേമനിധിയുടെ പേരിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 10 വർഷം പിണറായി ഗവൺമെന്റ് സംസ്ഥാനം ഭരിച്ചു. ഇപ്പൊ നമ്മുടെ ക്ഷേമനിധിയുടെ സാമ്പത്തിക സ്ഥിതി നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി പോകുമ്പോ 1500 കോടി രൂപ അക്കൗണ്ടിലുള്ളപ്പോ ഇപ്പോഴത്തെ സ്ഥിതി, ഇന്നത്തെ സ്ഥിതി ഈ ക്ഷേമനിധി ബോർഡിൽ 2 ദിവസത്തിന് മുമ്പ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 15 ലക്ഷം രൂപ മാത്രമാണ് ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലുള്ളത്. 1 മാസത്തെ പെൻഷൻ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 65 കോടി രൂപ വേണം. ഇപ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 1100 കോടി രൂപ വേണം. ഈ കേരള സംസ്ഥാനത്തിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യാതൊരു നേട്ടവും ഈ ഗവൺമെന്റിനെ കൊണ്ട്, 2 പിണറായി വിജയന്റെ ഗവൺമെന്റുകളെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും അനുഭവസ്ഥർ നമ്മളാണ്. കേരളത്തിന്റെ ആദരണീയനായ, കേരളം ഭരിച്ച ജനാധിപത്യവാദിയായ, ജനങ്ങളോട് എന്നും ഇടപഴകുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. നമുക്കറിയാം, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം സാധാരണക്കാർക്കായി, അശരണർക്കായി, പാടത്ത് പണിയെടുക്കുന്നവർക്കായി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കായി, സാധാരണക്കാർക്കായി
ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ ഏറ്റവും പ്രധാനം നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 2 സാർവത്രിക പെൻഷൻ സമ്പ്രദായം അദ്ദേഹം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്നതിനേക്കാൾ കിരാതമായി, രാജാവിനേക്കാൾ വലിയ രാജാവായി ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും അതിന്റെ പരിവാരങ്ങളും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ശബ്ദം കേരളീയ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാന കാരണവുമുണ്ട്. കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് ജീവഭാവം നൽകിയത്, കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി എന്നൊരു വിഭാഗത്തെ നമ്മുടെ നാടിൽ പരിചയപ്പെടുത്തിയതും, ഭരണകൂടത്തിന്റെ രേഖകളിൽ നിർമ്മാണ തൊഴിലാളി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൊണ്ടുവന്നതും, എനിക്കും നിങ്ങൾക്കും നേതൃത്വം നൽകിയ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ പിതാവ് എന്ന് കേരളീയ സമൂഹം അംഗീകരിച്ചിട്ടുള്ള എന്റെയും നിങ്ങളുടെയും സംരക്ഷകനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി പോരാട്ടം നടത്തി നമ്മോട് യാത്ര പറഞ്ഞു പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ AC ജോസ് ആണ് ഈ സംഘടനയ്ക്ക് അസ്തിത്വം നൽകിയതും. ഈ സംഘടനയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഹേതുവായിട്ടുള്ളതും ബഹുമാന്യനായ AC ജോസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ 18 മാസക്കാലമായി പെൻഷൻ നിഷേധിക്കപ്പെട്ട തൊഴിലാളികളുടെയും അതുപോലെ തന്നെ അംശാദായം അടച്ച് രാജ്യത്തെ മറ്റു മേഖലയുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കടം കൊള്ളാൻ വരെ ആസ്തി ഉണ്ടായിരുന്ന ഒരു ക്ഷേമനിധി ബോർഡിനെ ഇതുപോലെ തകർത്ത കേരളത്തിലെ ഭരണാധികാരികളെയും ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കുവാനും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ നടപടി ഉണ്ടാകണം എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമരത്തിന് നമ്മൾ തുടക്കം കുറിച്ചതും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, കേരളത്തിലെ ഈ ഗവൺമെന്റ് കണ്ണു തുറന്നില്ല എങ്കിൽ ആ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമല്ല, കേരള സമൂഹത്തിന്റെ മുൻപാകെയും കേരളത്തിൽ വരാൻ പോകുന്ന ഭരണാധികാരികളുടെ മുൻപാകെയും കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ദുരിതവും ദുരന്തവും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നിർബന്ധമായും കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രാപ്പകൽ സമരം നമ്മൾ നടത്തുകയും ആ സമരമാകണം നാളത്തെ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ജീവന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഹേതുവായി മാറേണ്ടത് ആ സമരമാകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ജാഥയുമായി മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് ഞങ്ങളുടെ DA? എവിടെയാണ് ഞങ്ങളുടെ വർദ്ധിപ്പിച്ച DA? എവിടെയാണ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ? അങ്ങനെ 10 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണി രാജ്യം ഭരിക്കുമ്പോൾ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന സർക്കാർ ജീവനക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് NGO യൂണിയന്റെ നേതാവ് തന്നെ ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അടച്ചിട്ട മുറിയിലിരുന്ന് ഉള്ള സംഭാഷണത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണകൂടത്തെ ചിന്തിച്ചു, ഈ ഭരണകൂടത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണോ? നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും മറ്റ് മേഖലയിലെ കാഷ്വൽ വർക്കേഴ്സ് ആണെങ്കിലും പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളാണെങ്കിലും ഏതോ മേഖലയിലെ തൊഴിലാളികളാണെങ്കിലും ആ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ ഐക്യ ജനാധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്ത് ഭരണഘടനയിലും നിയമനിർമ്മാണത്തിലും എഴുതി വെച്ചിട്ടുള്ളതനുസരിച്ചുള്ള 3 വർഷം കൂടുമ്പോഴുള്ള ഏതെങ്കിലും ഒരു ശമ്പള വർധനം ആർക്കെങ്കിലും വേണ്ടി നേടിക്കൊടുക്കാൻ ഈ സംസ്ഥാനത്തിന് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ സമസ്ത മേഖലയിലും തൊഴിലാളികൾ മാത്രമല്ല, സമസ്ത മേഖലയിലും ഇവിടെ ശ്വാസമെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് അതിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ കൂടി അതിന്റെ കൂടെ നിന്ന് UDFനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ വരുന്ന അധികാര കൈമാറ്റം സാധ്യമാക്കാൻ നിങ്ങൾ കൂടി മുന്നോട്ട് വന്നാൽ, നിങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി ഈ സർക്കാരിനെ മാറ്റാൻ സാധിച്ചാൽ വരുന്ന 3 മാസത്തിനകം ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ദിശാബോധമുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത്. സകലമാന മേഖലകളും, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ മുതൽ തയ്യൽ തൊഴിലാളികൾ വരെയുള്ളവരുടെ അവസ്ഥ ഗതികെട്ട അവസ്ഥയാണ്. ആ തരത്തിൽ കേരളത്തെ തകർത്തെറിഞ്ഞിട്ട് ഇവര് വീണ്ടും ഇനി വരാൻ, ഇപ്പൊ കഴിഞ്ഞ ഒരു ബഡ്ജറ്റ്
നിയമസഭയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. വരുവാണേൽ കോൺഗ്രസ് വരുവാണെങ്കിൽ കോൺഗ്രസിന്റെ തലക്കിരിക്കട്ടെ. അപ്പോ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ഒരു യുവതലമുറയെ മുഴുവൻ നശിക്കാനായി വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് ആഡംബരങ്ങളിൽ മതിമറന്നിരുന്ന സർക്കാർ എന്ന തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര ഭൂപടത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒന്നാമതായി രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ രണ്ടാമതായി അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഒരച്ഛൻ മകൾക്ക് വേണ്ടി, കോൺഗ്രസുകാർ അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഒരച്ഛൻ മകൾക്ക് വേണ്ടി ഭരണം നടത്തിയ സർക്കാർ എന്നുള്ള തരത്തിലായിരിക്കും.